അത്രയും ചെറിയ ശമ്പളം 1500 രൂപയേ ഉള്ളൂ. ഞാനൊരു LKG അധ്യാപികയാണ്. വാപ്പന്റെ ആണെങ്കിൽ ഭയങ്കര അവസ്ഥയിലുള്ള ചികിത്സിച്ച് ഇപ്പൊ ഒന്നുമില്ല കയ്യിൽ. ഓർക്ക് വേണ്ടി എല്ലാം ചികിത്സിച്ച് എന്റെ ഉള്ളതെല്ലാം വിറ്റുപേറിക്ക് ഞാൻ ചികിത്സിച്ച് ഇനിയൊന്നും എന്റെ മുന്നിലില്ല. ഈ മക്കൾക്ക് ഒരു കുഞ്ഞു കുടലിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ മുമ്പിൽ വന്നത്. നിങ്ങളാലെ കൈ എന്റെ മക്കൾക്ക് സഹായിക്കണം. ഇന്ന് ഉപ്പയില്ല. ഉപ്പാക്ക് ക്യാൻസർ ആയിട്ട് ഉപ്പ മരണപ്പെട്ടു പോയി. ഉപ്പ ഉണ്ടെങ്കിൽ ഞാൻ ഈ അവസ്ഥയിലൊന്നും വരൂല. എനിക്ക് ആങ്ങളാറില്ല, നിറത്തിയില്ല, സഹായിക്കണം. ഈ മക്കളെ ഈ മുമ്പിൽ കൊണ്ടുവന്നിട്ട് ആഗ്രഹിക്കാൻ ആരോഗ്യം നിൽക്കൂല. എന്റെ അത്രയും ഗതികൾ കൊണ്ടാണ് ഞാൻ ഈ എന്റെ മക്കളെയും കൂട്ടി വന്നിട്ടുണ്ട് മുന്നിലിരിക്കുന്നത്. വേറെ കയ്യിൽ എന്ത് സഹായം സഹായിച്ചിട്ട് മക്കൾക്കൊരു വീടിന് വേണ്ടി കൈ ചെയ്തു തരണം. വേറെ ഒരു വഴി എന്റെ മുമ്പിൽ ഇനി എന്നാലൊന്നുമില്ല, എന്റെ കയ്യിലൊന്നുമില്ല. ഉണ്ടെങ്കിൽ ഞാൻ അത് വിറ്റിട്ടെങ്കിലും എന്റെ മക്കൾക്ക് ഒരു വീടാക്കി കൊടുക്കുകയും ഒന്നുമില്ല ഇനി എന്റെ കയ്യിൽ. നിങ്ങളെ സഹായിച്ചിട്ട് എന്റെ മക്കളെ രക്ഷപ്പെടുത്തോളൂ. 10 മാസം മേടിച്ചിട്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, ജലീൽ കണ്ണൂരാണ്. വല്ലാത്തൊരവസ്ഥയാണ്. ഇദ്ദേഹത്തിന്റെ കണ്ണ് നോക്കിയാൽ അറിയാം, മഞ്ഞപ്പിത്തൊക്കെ പിടിപെട്ട് ലിവർ സിറോസിസ് എന്ന മാരകമായ സുഖം പിടിപെട്ടുകൊണ്ട് വയറൊക്കെ വീർത്ത് ശരീരമാസകലം നീരുകൊണ്ട് വല്ലാത്തൊരു പ്രയാസത്തിൽ ഇദ്ദേഹത്തിന് ഒരു ചികിത്സയും ഇല്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. പ്രയാസമായ ഈ ഒരു കുടുംബത്തിന്റെ സങ്കടങ്ങൾക്കൊരു പരിഹാരം കാണുവാൻ പ്രിയപ്പെട്ടവരെ നിങ്ങൾ എല്ലാവരും നമ്മോടൊപ്പം ഉണ്ടാവണം. ഇദ്ദേഹത്തിന്റെ ഈ ഒരു അവസ്ഥ കണ്ടു നോക്കിയിട്ട് അല്ലാത്തൊരവസ്ഥയാണ്. ഇവിടെ ജീവിതാഭിലാഷമായ വീടെന്ന സ്വപ്നം പൂവണിയുവാൻ നന്മയുള്ള കാരുണ്യ മനസ്സുകൾ, നിങ്ങളാൽ കഴിയുന്ന എന്തെങ്കിലും ഒരു സഹായ സംവിധാനം ഈ പറയുന്ന ഷാനി സഹായ സമിതിയുടെ അക്കൗണ്ടിലേക്ക് എന്തെങ്കിലും ഒരു സഹായം കൊടുത്തു ഈ ഒരു കുടുംബത്തിന് വീടെന്ന സ്വപ്നം പൂവണിയുവാൻ പറ്റും. കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിക്കടുത്ത് LKG സ്കൂൾ അധ്യാപികയായി വെറും മാസം 1500 രൂപ മാത്രം കിട്ടുന്ന തുച്ഛമായ വേതനം കൊണ്ടാണ് ഈ ഒരു കുടുംബത്തെയും ഈ ഇദ്ദേഹത്തെ ഒക്കെ ചികിത്സിച്ചു. പരിശുദ്ധമായ റമദാൻ മാസമെങ്കിലും ഓർത്തും ഷാനിബ വീട് നിർമ്മാണ സഹായ സമിതി അക്കൗണ്ടിലേക്ക് നിങ്ങൾ എല്ലാവരും ആ സ്കാനർ ഉപയോഗിച്ചുകൊണ്ടോ UP ഇടപാട് നടത്തിക്കൊണ്ടോ നിങ്ങൾ സഹായം കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സഹായം കിട്ടും. പ്രിയപ്പെട്ടവരെ, നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുന്നതോടൊപ്പം ഈ ഒരു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രത്യേകിച്ച് ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തോർത്തിട്ട് ഷാനിബ എന്ന ടീച്ചറുടെ സങ്കടങ്ങൾക്ക് ഒരു പരിഹാരം കാണുവാൻ നിങ്ങളൊക്കെ ഈ ടീച്ചറോടൊപ്പം ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊടുന്നു. അസ്സലാമു അലൈക്കും. ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡ് മെമ്പറായിട്ടുള്ള മനീഷാണ് സംസാരിക്കുന്നത്. ഈ വിഷയത്തിനകത്ത് നമ്മുടെ നാട്ടുകാരും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കാൻ പറ്റുന്ന മുഴുവൻ ആളുകളും നമ്മുടെ ഒരു യുവതിയുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് ഒരു വീടെന്ന കൊച്ചു സ്വപ്നം നിറവേറ്റുന്നതിന് വേണ്ടി കുട്ടികളെയും തൻ്റെ കൈക്കുഞ്ഞുങ്ങളെയൊക്കെ വളരെ പ്രയാസം അനുഭവിക്കുന്ന ആ യുവതിയെ നമുക്ക് സഹായിക്കാൻ വേണ്ടി സാധിക്കണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. നമ്മുടെ മഹലിൽ, അഥവാ ഞാൻ ജോലി ചെയ്യുന്നൊരു മഹലാണ് തലശ്ശേരി ധർമ്മടം ഓയൽ ഭാഗം എന്ന സ്ഥലത്ത്. അവിടെയുള്ള വളരെ പാവപ്പെട്ട വളരെ ദരിദ്ര കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ട് അവരുടെ വീട് നിർമ്മാണ ആവശ്യാർത്ഥം ഇവിടുത്തെ നാട്ടുകാരും അതുപോലെ തന്നെ പള്ളി കമ്മിറ്റിയും പള്ളി സെക്രട്ടറിയും അതുപോലെ വാർഡ് മെമ്പറും എല്ലാം കൂടിയിട്ട് ഒരു നല്ല നിലയിൽ ഒരു വീട് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അതിനൊരു ചാരിറ്റി പ്രവർത്തനം എന്ന നിലക്കാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. റമദാൻ മാസം വലിയ പ്രതിഫലം അർഹിക്കുന്നൊരു മാസമാണ്. ശാരീരികമായും അതേപോലെ തന്നെ സാമ്പത്തികമായിട്ടും എല്ലാവരും സഹായിക്കണമെന്ന് പ്രത്യേകം ഉണർത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. മുഞ്ഞമ്പേട് ക്രിസ്ത്യൻ ജമാഅത്ത് കമ്മിറ്റി ഓയിൽ ഭാഗം എൻ്റെ സെക്രട്ടറിയാണ് ഞാൻ. യക്കൂബാണ് പേര്. നമ്മുടെ മഹലിലുള്ള ഷാനിബ എന്ന സഹോദരിയുടെ വീടുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. ഇൻഷാ അല്ലാഹ് ഇതിലേക്ക് എല്ലാവരും പരമാവധി സഹായിക്കുക, സഹകരിക്കുക.